അവിടുത്തെ എല്ലാരും ഇന്ന് സന്നദ്ധ സംഘടനകളും NDRF-ഉം റെസ്ക്യൂവും എല്ലാ ഫയർഫോഴ്സും എല്ലാരും ഉണ്ട്, സജീവമായി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തെങ്കിലും കണ്ടെത്താനായോ? ഇന്ന് ഇപ്പൊ ഞങ്ങളെ അടുത്തുനിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓരോ ശരീര അവയവങ്ങൾ ഓരോന്ന് കിട്ടുന്നുണ്ട്. ശരീര അവയവങ്ങൾ അല്ലേ? അത് ഈ മണ്ണിനടിയിലാണോ? അതെ അതെ. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ കൂടി ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. അതിന്റെ അവസ്ഥ എന്താ? അങ്ങനെ ആരെങ്കിലും ജീവനോടെ കണ്ടെത്താനോ മറ്റോ ആയോ അജ്മൽ? ഇല്ല ഇല്ല ഇല്ല, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണല്ലേ? തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോ മഴ ശക്തമായി വരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ തെരച്ചിൽ കുറച്ചുകൂടി ദുഷ്കരമാവും ഇന്നത്തെ. ഈ വീടുകൾക്കിടയിൽ, തകർന്ന വീടുകൾക്കിടയിലും മണ്ണിനിടയിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ജീവനോടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇപ്പൊ നിലവില് ഇറ്റാച്ചി വെച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറ്റേ പൊളിഞ്ഞ വീടുകളൊക്കെ, അതിൽ നിന്ന് പൊടിയൊന്നും കിട്ടിയിട്ടില്ല. അജ്മലിന്റെ നാട് എവിടെയാ? പനവരം. പനവരം വയനാടാണോ? വയനാട്. അവിടുന്ന് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വന്നതാ അല്ലേ? സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണോ? അതെ അതെ അതെ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങള് 25 പേരുണ്ട്. 25 പേരുണ്ട്. സംഘടന വല്ലതും ഉണ്ടോ? ഏതെങ്കിലും സംഘടനയുടെ പേരിലാണോ അതോ വ്യക്തിപരമായി? അതെ അതെ. റെസ്ക്യൂവും പനവരം. നേരത്തെ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുണ്ടോ? നിരവധി. 2019-10 രൂപീകരിച്ചതാണ്. ഒരുപാട് പോയ ബോഡികളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഡ് എല്ലാ ആവശ്യത്തിനും ഈ 24 അവേഴ്സും അവൈലബിൾ ആണ് എല്ലാരും. അത് ശരി. നിങ്ങളൊക്കെ അല്ല, എന്താ ജോലി ചെയ്യുന്നത്? എന്താ? ഞങ്ങളെല്ലാരും കൂലിപ്പണിക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ജോലിയും കളഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? അതെ അതെ. നിങ്ങൾ ഈ ഒരുപക്ഷെ ഈ ദുരന്തം, ഈ അപകടം ഇതുവരെ കണ്ടതിലേക്കും ഒക്കെ വലിയ ഭീകരമായ ഒന്നായിരിക്കും അല്ലേ? വയനാട് കണ്ടതിൽ ഏറ്റവും വലിയ അപകടമാണ്. ഒരു പ്രതിസന്ധിയായിട്ട് മലയൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു മരണസംഖ്യ ഇതൊന്നും ഇല്ല, ഇത്രയധികം വീടുകളും ഇല്ലായിരുന്നു. ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോ എന്താ മുന്നിലുള്ളത്? പ്രതിസന്ധി വലിയ പാറകളും ഒരു പ്രദേശം ഫുള്ള് ഒഴുകി വന്നത് കാരണം പിന്നെ ഫുള്ള് മണ്ണിനടിയിലും ബാക്കിയൊക്കെ ആയിരിക്കും ബോഡികൾ ഉള്ളത്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇറ്റാച്ചി ഇതൊന്നും എത്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ട്. ശരി, നന്ദി അജ്മൽ ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്കളെ പോലെയുള്ള ആളുകളാണ് അവിടെ ഈ പറയുന്ന ദുരിതബാധിതർക്ക് ഒരാശ്വാസമാകുന്നത്. പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു. അജ്മൽ അടക്കം 25 പേരാണ് ഇവിടെ എത്തി സ്വമേധയാ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കത് മുപ്പൈനാട് പഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, എന്താണ് ഏറ്റവും പുതിയ വിവരം എന്തെങ്കിലും നൽകാനുണ്ടോ? അതായത് ഇപ്പം ഈ നമ്മുടെ ചൂരൽമല പ്രദേശത്തുള്ള പിന്നെ ആളുകളെ, അകപ്പെട്ട ആളുകളെ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് കുറെ ഇക്കരെത്തിക്കുകയും അവരുടെ ഓരോ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം മുപ്പൈനാട് പഞ്ചായത്തിലെ ഒരു CMS ഹൈസ്കൂൾ ക്യാമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ ക്യാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയായിട്ടാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലുള്ള ആളുകളെ എല്ലാവരെയും കുറിച്ചുള്ള വിവരം കിട്ടിയോ? ഏകദേശം അവിടെ ഇപ്പോഴും അതിന്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലത്തെക്കാളും വലിയ പിന്നെ ഇന്ന് ഈ സമയം വരെ കാലാവസ്ഥ നന്നായിരുന്നു. ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഇപ്പൊ ക്യാമ്പുള്ള ഈ പ്രദേശവും പിന്നെ ആ സ്ഥലമായിട്ട് ഏകദേശം ഒരു 15-16 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഉള്ളത്. എത്ര ആളുകളെ അവിടെ കാണാതായിട്ടുണ്ടായിരുന്നു? അതിനൊരു കണക്ക് ഇതുവരെ ലഭ്യമായിട്ടല്ല. പിന്നെ നമ്മളിത് തിരയുന്നതനുസരിച്ചിട്ട് അതിന്റെ എന്താ പറയാ, ഈ ഏകദേശം ജീവനുള്ള ആളുകൾ ഏകദേശം പിന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ വെച്ചിട്ട് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ സൂചന ലഭിച്ച അവിടുന്നൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് അവിടെ ഒരു ആ പ്രദേശത്ത് ഇതില്ലാത്തോണ്ട്, പിന്നെ നമുക്ക് കണക്ടിവിറ്റി ഇല്ലാത്തോണ്ട് ഫോണിൽ കണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പം വന്ന ആളുകളെ അവിടുന്ന് പിന്നെ എത്തിച്ച ആളുകളെ പിന്നെ ക്യാമ്പുകളിൽ എത്തിച്ചിട്ടുണ്ട്. ആ ക്യാമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അവരുടെ രജിസ്ട്രേഷൻ, അവർക്ക് കിടക്കാനുള്ള സംവിധാനമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂൾ റിപ്പൺ ഉണ്ട്. ആ റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്തും കുറെ ആളുകളെ, ഏറ്റവും കൂടുതൽ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ആളുകള് മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവര് കൂട്ടമായിട്ടാണ് ഒരു പ്രദേശത്ത് ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്ന അവരെല്ലാം കൂടി കൂട്ടി ഇന്നിപ്പോ CMS ഹൈസ്കൂളിലാണ് എത്തിച്ചത്. അപ്പൊ ഇവിടെ സ്ഥലപരിമിതി ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂൾ റിപ്പണിലേക്ക് മാറ്റിക്കുകയാണ്. അപ്പൊ അവരെ ആ ഭാഗത്തേക്ക് ആക്കാനുള്ള കാര്യങ്ങളും നിലവിൽ ഇവിടെയുള്ള ആളുകളുടെ രജിസ്ട്രേഷനും മറ്റേ ഫുഡിന്റെ കാര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഏറ്റവും ഒരു ഗുണകരമായ കാര്യം, നമ്മളെ പല പ്രദേശത്തു നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു സമാധാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സാധനങ്ങളൊക്കെ ആവശ്യത്തിന് വരുന്നുണ്ടല്ലേ? ആവശ്യത്തിന് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ പല സ്ഥലത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കിത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലപരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് പല ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തന്മനസ്സുള്ള ആളുകളുടെ ഒരുപാട് കാരുണ്യ പ്രവാഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമാണ്. ഇപ്പൊ ഈ പ്രദേശത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ഉണ്ണികൃഷ്ണൻ, ശരി. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സൂപ്പർവൈസറായ ശ്രീ ചന്ദ്രൻ പുത്തുമല കൂടിയുണ്ട്. ശ്രീ ചന്ദ്രൻ, അവിടെ കുറെ ആളുകളൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷിക്കാനായോ? എന്താ ഒരു അവസ്ഥ എന്ന് വെച്ചാല് പിന്നെ ആദ്യത്തെ ദിവസം അവിടെ അങ്ങോട്ട് വെള്ളത്തിന്റെ അഭാവം കൂടുതലുള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ NDRFും സൈന്യവും വന്നതിന് ശേഷമാണ് അവരെ മുണ്ടക്കയിലേക്ക് പോകാൻ കഴിഞ്ഞത്. അതുവരെ ഇന്നലെ ചൊരൽമല ഭാഗത്ത് വരുന്ന ഒരു ഏകദേശം ഒരു 400ഓളം മുണ്ടക്കയിലും പുത്തുമലയിലും മുണ്ടക്കയിലും ചൂരൽമലയും സമീപത്ത് ഏകദേശം 400ഓളം വീടുകൾ പോയിട്ടുണ്ടെന്ന് അറിയുന്നത്. ഏതാണ്ട് 800ഓളം ആളുകളുടെ മിസ്സിംഗ് മൊത്തത്തിൽ കാണുന്നുണ്ട്. വ്യക്തമല്ല, ഒന്നിച്ചിട്ടാ രണ്ട് പ്രദേശം ഒന്നിച്ചിട്ടാ ഒലിച്ചു പോയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മുഴുവനായിട്ട് ഹൈസ്കൂളും സമീപത്തും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അവര് ബോഡിയൊക്കെ എടുത്തത്. പിന്നെ അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മുണ്ടക്കൈക്ക് സൈന്യം കടങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ മുറിവായിട്ടും പരിക്കുകൾ പറ്റിയൊക്കെ കിടന്നിരുന്ന അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുണ്ടായത്. ഇന്ന് പുലർച്ചെ തുടങ്ങി മുണ്ടക്കൈ ഭാഗത്തുള്ള ബോഡികളും മൃതദേഹങ്ങളും അധികം കിട്ടിയിട്ടില്ലായിരുന്നു. അത് ഇന്ന് പുലർച്ചയ്ക്ക് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പിന്നെ സംസ്കാര പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുസ്ലിം പള്ളികളിൽ വെച്ചിട്ട് അവരുടെ ചടങ്ങ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മറുതായി എന്നാണ് അവരുടെ ഫാമിലി 3 പേരുണ്ട്, ഭർത്താവും പിന്നെ അവരും ഒരു മോന്റെയും സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ വെച്ച് നടക്കുന്നു. പിന്നെ ഹിന്ദു ശ്മശാനം മേപ്പാടിയിലുണ്ട്. അവിടെ 22